ശ്രീനാരായണ ഗുരു ഭാഗം 3. തൈക്കാട് അയ്യയും ചട്ടമ്പി സ്വാമികളും. ഗുരുപാരമ്പര്യവും ബൗദ്ധിക ഉണർവും. ഒരു ചിന്തകൻ ഒറ്റയ്ക്ക് രൂപപ്പെടുന്നില്ല. അവനെ രൂപപ്പെടുത്തുന്നത് പഠിച്ച ഗ്രന്ഥങ്ങളും കണ്ട സമൂഹവും കണ്ടുമുട്ടിയ മനുഷ്യരും ചോദ്യം ചെയ്യാൻ പഠിപ്പിച്ച ഗുരുപാരമ്പര്യവുമാണ്. നാണു ആശാന്റെ ജീവിതത്തിൽ ഈ പങ്ക് വഹിച്ച 2 പ്രധാന വ്യക്തികളാണ് തൈക്കാട് അയ്യാസ്വാമികളും ചട്ടമ്പി സ്വാമികളും. തൈക്കാട് അയ്യാസ്വാമികൾ. തൈക്കാട് അയ്യാസ്വാമികളെ യോഗാചാര്യനും പണ്ഡിതനും ഗ്രന്ഥകാരനും സാമൂഹിക പരിഷ്കർത്താവുമായി വിവിധ രേഖകൾ പരിചയപ്പെടുത്തുന്നു. സാധാരണയായി അദ്ദേഹത്തിൻ്റെ ജീവിതകാലം 1814 മുതൽ 1909 വരെ എന്നാണ് രേഖപ്പെടുത്തി കാണുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും ആത്മീയ പഠനവുമായി തൈക്കാട് അയ്യാസ്വാമികളെ ബന്ധിപ്പിക്കുന്ന ശക്തമായ ചരിത്ര പരമ്പരയുണ്ട്. യോഗവിദ്യയും വേദാന്ത ചിന്തയും അദ്ദേഹത്തിലൂടെ ഇരുവർക്കും ലഭിച്ചതായി പല ജീവചരിത്ര രേഖകളും പറയുന്നു. തൈക്കാട് അയ്യയുടെ പ്രാധാന്യം കേരളത്തിലെ ഒരു വിശാലമായ യോഗ വേദാന്ത സാമൂഹിക പാരമ്പര്യത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ്. യോഗവും വേദാന്തവും ചില മനുഷ്യരുടെ സ്വകാര്യമായ ആത്മീയ സ്വത്തല്ല, മനുഷ്യനെ ഉയർത്താനും സമത്വബോധത്തിലേക്ക് നയിക്കാനും കഴിയുന്ന അറിവുകളാണ് എന്ന സാധ്യത ആ പാരമ്പര്യം തുറന്നു. ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത യോഗാചാര്യൻ. തൈക്കാട് അയ്യാസ്വാമികളുടെ കാലത്ത് ജാതി വ്യവസ്ഥ ശക്തമായിരുന്നു. ആത്മീയ വിദ്യയും സംസ്കൃത പഠനവും മേൽജാതികളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത് എന്ന് രേഖകൾ പറയുന്നു. വിദ്യ പകർന്നും മനുഷ്യരെ ചേർത്ത് പിടിച്ചും സാമൂഹിക പരിഷ്കാരത്തിനും സമത്വത്തിനുമായി പ്രവർത്തിച്ച വ്യക്തിയായി അദ്ദേഹത്തെ ചില പഠനങ്ങൾ അവതരിപ്പിക്കുന്നു. ഇവിടെ ഗുരുവിന് ലഭിച്ച പാഠം വെറും ഹഠയോഗമോ ധ്യാനരീതിയോ ആയിരുന്നില്ല. ആത്മീയത മനുഷ്യരെ വേർതിരിക്കരുത് എന്ന ബോധം കൂടിയായിരുന്നു അത്. ജാതിയുടെ പേരിൽ മനുഷ്യരെ അകറ്റുന്ന സമൂഹത്തിൽ ആത്മീയ ഏകത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് തന്നെ സാമൂഹിക പ്രാധാന്യമുണ്ട്. മനുഷ്യരിൽ ഒരേ ചൈതന്യമുണ്ടെന്ന് പറയുമ്പോൾ ജന്മത്തിൻ്റെ പേരിലുള്ള മേൽക്കോയ്മയെ ചോദ്യം ചെയ്യേണ്ടി വരും. തൈക്കാട് അയ്യയും ഗുരുവിൻ്റെ വളർച്ചയും. നാണു ആശാന്റെ ആത്മീയ ബൗദ്ധിക വളർച്ചയിൽ തൈക്കാട് അയ്യായുടെ സ്വാധീനം എത്രത്തോളം ആയിരുന്നു എന്നതിൽ എല്ലാ സ്രോതസ്സുകളും ഒരേ വിശദാംശങ്ങൾ നൽകുന്നില്ല. അതിനാൽ ഉറപ്പില്ലാത്ത ഉപകഥകൾ ഒഴിവാക്കുകയാണ്. ചരിത്രപരമായി സുരക്ഷിതമായി പറയാവുന്നത് ഇതാണ്: തൈക്കാട് അയ്യാസ്വാമികൾ നാരായണ ഗുരുവിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ഗുരുപാരമ്പര്യത്തിലെ വ്യക്തിയാണ്. അദ്ദേഹത്തിലൂടെ ഗുരുവിന് യോഗവും വേദാന്തവും പരിചിതമായി. എന്നാൽ പിന്നീട് ഗുരു ആ അറിവിനെ അതേ രൂപത്തിൽ ആവർത്തിച്ചില്ല. അതിനെ കേരളത്തിലെ ജാതി വ്യവസ്ഥയുടെ സാമൂഹിക യാഥാർത്ഥ്യവുമായി ബന്ധിപ്പിച്ചു. അതാണ് നാരായണ ഗുരുവിൻ്റെ
പ്രത്യേകത. പാരമ്പര്യത്തിൽ നിന്ന് പഠിച്ചു, പക്ഷേ പാരമ്പര്യത്തിൽ കുടുങ്ങിയില്ല. ചട്ടമ്പി സ്വാമികൾ ഒരു സമകാലിക ബൗദ്ധികൻ. നാരായണ ഗുരുവിൻ്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാന വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ അഥവാ പരമപഠാരക വിദ്യാധിരാജ സ്വാമികൾ. 1853 ഓഗസ്റ്റ് 25 ജനിച്ച ചട്ടമ്പി സ്വാമികൾ കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാനത്തിലെ നിർണായക ചിന്തകനായിരുന്നു. ശാസ്ത്രഗ്രന്ഥങ്ങളുടെ ഏകാധിപത്യ വായനയും പൗരോഹിത്യത്തിൻ്റെ അറിവിന്മേലുള്ള നിയന്ത്രണവും അദ്ദേഹം യുക്തിയുടെയും പഠനത്തിൻ്റെയും ഭാഷയിൽ ചോദ്യം ചെയ്തു. ഗുരുവും ചട്ടമ്പി സ്വാമികളും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് പൊതുവായി 1884 എന്ന വർഷം പറയപ്പെടുന്നു. എന്നാൽ ഈ ബന്ധത്തിൻ്റെ എല്ലാ വിശദാംശങ്ങൾക്കും ഒരേ തരത്തിലുള്ള പ്രാഥമിക രേഖകൾ ലഭ്യമല്ല. അതിനാൽ ഇവരുടെ ബന്ധത്തെ അതിശയോക്തികളില്ലാതെ പരസ്പര ബഹുമാനവും ബൗദ്ധിക സൗഹൃദവും നിറഞ്ഞ ഒരു സമകാലിക ബന്ധമായി അവതരിപ്പിക്കുന്നതാണ് ശരിയായുള്ള രീതി. സൗഹൃദമോ ഗുരുശിഷ്യ ബന്ധമോ? ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുവായിരുന്നോ എന്ന കാര്യത്തിൽ വിവിധ പ്രചാരങ്ങളും വ്യാഖ്യാനങ്ങളും നിലനിൽക്കുന്നു. ചിലർ ചട്ടമ്പി സ്വാമികളെ ഗുരുവിൻ്റെ ഗുരുവായി അവതരിപ്പിക്കുന്നു. മറ്റു ചിലർ ഈ ബന്ധത്തെ അത്ര ലളിതമായി നിർവചിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ചട്ടമ്പി സ്വാമികളെ ഗുരുവിൻ്റെ ഏക ഗുരുവായി പ്രഖ്യാപിക്കേണ്ടതില്ല. അദ്ദേഹം ഗുരുവിൻ്റെ സമകാലിക ബൗദ്ധിക സഹചാരിയും ആത്മീയ സംവാദത്തിലെ പ്രധാന വ്യക്തിയും ആയിരുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ കൃത്യം. ഗുരുവിന് തൈക്കാട് അയ്യാസ്വാമികളിൽ നിന്ന് ഒരു ഗുരുപാരമ്പര്യം ലഭിച്ചിരുന്നെങ്കിൽ ചട്ടമ്പി സ്വാമികളുമായുള്ള ബന്ധം സംവാദത്തിൻ്റെയും ചോദ്യത്തിൻ്റെയും ബൗദ്ധിക വികസനത്തിൻ്റെയും മേഖലയായിരുന്നു. രണ്ട് വ്യത്യസ്ത വഴികൾ. ചട്ടമ്പി സ്വാമികളും നാരായണ ഗുരുവും ഒരേ സാമൂഹിക പ്രശ്നങ്ങളെ വ്യത്യസ്ത രീതിയിൽ സമീപിച്ചു. ചട്ടമ്പി സ്വാമികൾ ഗ്രന്ഥാധികാരത്തെ ചോദ്യം ചെയ്തു. യുക്തിയുടെയും പഠനത്തിൻ്റെയും പ്രാധാന്യം മുന്നോട്ട് വച്ചു. പൗരോഹിത്യത്തിൻ്റെ അറിവിന്മേലുള്ള നിയന്ത്രണത്തെ വിമർശിച്ചു. സാമൂഹിക വ്യവസ്ഥയുടെ ബൗദ്ധിക അടിത്തറ പരിശോധിച്ചു. നാരായണ ഗുരു ആരാധനയുടെ അവകാശത്തെ പ്രായോഗികമായി ചോദ്യം ചെയ്തു. ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും സ്ഥാപിച്ചു. വിദ്യാഭ്യാസവും സംഘടനയും പ്രോത്സാഹിപ്പിച്ചു. ആത്മീയ ചിന്തയെ ജനജീവിതവുമായി ബന്ധിപ്പിച്ചു. ഇത് ആരാണ് വലിയവൻ എന്ന താരതമ്യത്തിനുള്ള വിഷയം അല്ല. ഒരാൾ ചോദ്യം ഉയർത്തി, മറ്റൊരാൾ അതിന് സാമൂഹിക രൂപം നൽകി. ചട്ടമ്പി സ്വാമികളുമായുള്ള ബന്ധം നാരായണ ഗുരുവിൻ്റെ ചിന്തയിൽ വിമർശനബോധം ശക്തമാക്കിയതായി വായിക്കാം. മതം പറയുന്നതെന്ത് എന്നതിന് പുറമെ മതത്തിൻ്റെ പേരിൽ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് എന്താണ് എന്ന ചോദ്യവും പ്രധാനമാണെന്ന് ഗുരു തിരിച്ചറിഞ്ഞു. ഒരു ശാസ്ത്രഗ്രന്ഥം മനുഷ്യനെ മോചിപ്പിക്കുന്നുണ്ടോ? ഒരു ആചാരം മനുഷ്യരെ തുല്യരാക്കുന്നുണ്ടോ? ഒരു പൗരോഹിത്യ ക്രമം അറിവ് പങ്കിടുന്നുണ്ടോ അതോ അധികാരം സംരക്ഷിക്കുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങളാണ് പിന്നീട് ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളിൽ കാണുന്നത്. അരുവിപ്പുറം പ്രതിഷ്ഠയിൽ ഈ വിമർശനബോധം പ്രായോഗികമായി പ്രത്യക്ഷപ്പെട്ടു. ആചാരത്തിൻ്റെ നിയന്ത്രണം
ചിലർക്കു മാത്രമാണെന്ന ധാരണയെ ഗുരു പ്രവൃത്തിയിലൂടെ ചോദ്യം ചെയ്തു. തൈക്കാട് അയ്യായിൽ നിന്ന് ചട്ടമ്പി സ്വാമികളിലേക്ക്. ഈ രണ്ടു ബന്ധങ്ങളെയും ഒരുമിച്ച് വായിക്കുമ്പോൾ നാണു ആശാന്റെ ബൗദ്ധിക യാത്ര കൂടുതൽ വ്യക്തമായി കാണാം. തൈക്കാട് അയ്യാ സ്വാമികളിൽ നിന്ന് യോഗ വേദാന്ത പാരമ്പര്യത്തിൻ്റെ സ്വാധീനം, ചട്ടമ്പി സ്വാമികളുമായുള്ള ബന്ധത്തിൽ നിന്ന് വിമർശനബോധവും സംവാദശേഷിയും, സ്വന്തം ജീവിതാനുഭവങ്ങളിൽ നിന്ന് ജാതി വ്യവസ്ഥയുടെ യാഥാർത്ഥ്യബോധം, ഇവ മൂന്നും ചേർന്നാണ് ഗുരുവിൻ്റെ ചിന്ത രൂപപ്പെട്ടത്. അദ്ദേഹം പാരമ്പര്യത്തെ പഠിച്ചു, അതിനകത്തെ മനുഷ്യ കേന്ദ്രീകൃതമായ സാധ്യതകൾ സ്വീകരിച്ചു. അതേസമയം മനുഷ്യവിരുദ്ധമായ വ്യാഖ്യാനങ്ങളെ ചോദ്യം ചെയ്തു. ഗുരു ആരുടെയും പകർപ്പായിരുന്നില്ല. തൈക്കാട് അയ്യായുടെയും ചട്ടമ്പി സ്വാമികളുടെയും സ്വാധീനം അംഗീകരിക്കുമ്പോഴും നാരായണ ഗുരുവിനെ അവരുടെ പകർപ്പായി അവതരിപ്പിക്കരുത്. ഗുരുവിന് സ്വന്തം ചരിത്രപരമായ ദൗത്യമുണ്ടായിരുന്നു. അദ്ദേഹം യോഗവും വേദാന്തവും പഠിച്ചു. പക്ഷേ അതിനെ ഒരു ചെറിയ ആത്മീയ വൃത്തത്തിനുള്ളിൽ പൂട്ടിയില്ല. അദ്ദേഹം ജാതി അനീതിയെ കണ്ടു, പക്ഷേ വെറും പ്രസംഗത്തിൽ നിർത്തിയില്ല. അദ്ദേഹം ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചു, പക്ഷേ ദൈവത്തെ മനുഷ്യരിൽ നിന്ന് അകറ്റുന്ന അധികാരത്തെ അംഗീകരിച്ചില്ല. ഗുരുവിൻ്റെ പ്രത്യേകത പാരമ്പര്യം ആവർത്തിച്ചതിൽ അല്ല, അതിനെ ജനജീവിതത്തിൽ പുനർവ്യാഖ്യാനിച്ചതിലാണ്. നാണു ആശാന്റെ ജീവിതത്തിൽ തൈക്കാട് അയ്യയും ചട്ടമ്പി സ്വാമികളും രണ്ട് വ്യത്യസ്ത വാതിലുകൾ തുറന്നു. തൈക്കാട് അയ്യാ സ്വാമികൾ യോഗത്തിൻ്റെയും വേദാന്തത്തിൻ്റെയും ആത്മീയ വഴി തുറന്നു. ചട്ടമ്പി സ്വാമികൾ യുക്തിയുടെയും വിമർശനത്തിൻ്റെയും സംവാദത്തിൻ്റെയും വഴി തുറന്നു. നാരായണ ഗുരു ഈ വഴികളെ തൻ്റെ ജീവിതാനുഭവങ്ങളുമായി ചേർത്തു. അവിടെ നിന്നാണ് ആത്മീയതയും സാമൂഹിക നീതിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ ദർശനം രൂപപ്പെടുന്നത്. ഒരു ഗുരു അറിവ് നൽകാം, ഒരു സുഹൃത്ത് ചോദ്യങ്ങൾ നൽകാം. പക്ഷേ ചരിത്രത്തെ മാറ്റുന്ന മനുഷ്യൻ അറിവിൻ്റെയും ചോദ്യങ്ങളെയും സ്വന്തം കാലത്തിൻ്റെ വേദനയുമായി ബന്ധിപ്പിക്കണം. അതാണ് നാണു ആശാനിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിലേക്കുള്ള യാത്ര. അടുത്ത എപ്പിസോഡിൽ വിവാഹവും പുറപ്പെടലും, വ്യക്തിജീവിതത്തിൽ നിന്ന് ആത്മാന്വേഷണത്തിലേക്ക്.